ഏസം മിഷനിലേക്ക് സ്വാഗതം. പപ്പായ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതാണ് പപ്പായ മരം. ഈ പപ്പായ മരത്തിൽ നിന്നാണ് ഈ പപ്പക്കായ് എന്ന് പറയുന്ന ഇതിൻ്റെ ഫ്രൂട്ട്സ് ഉണ്ടാകുന്നത്. വിളവെത്തിയ ഒരു പപ്പക്കായ് ഓറഞ്ച് നിറത്തിലേക്ക് മാറുന്നു. പച്ച നിറത്തിൽ നിന്നും ഓറഞ്ച് നിറത്തിലേക്ക് മാറുന്നു. ഇതാണ് പപ്പക്കായ് ഫ്രൂട്ട്സ്. ഈ ഫ്രൂട്ട് നമ്മൾ അടർത്തിയെടുത്തതിന് ശേഷം നല്ലവണ്ണം ശുദ്ധജലത്തിൽ കഴുകുക. അതിനുശേഷമാണ് നമ്മളിതിനെ മുറിച്ച് ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഈ രണ്ടായി മുറിച്ച ഒരു പപ്പയ്ക്കായി ഓറഞ്ച് നിറത്തിൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഉൾവശം. ഇതിൻ്റെ മാംസളമായ ഭാഗമാണ് ജ്യൂസിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഇതിൻ്റെ വിത്തുകൾ ഇതിനകത്തായി കാണാം. അതായത് കറുത്ത നിറത്തിലുള്ള ഈ ചെറിയ ചെറിയ ബോൾ പോലെ കാണുന്നതാണ് ഇതിൻ്റെ വിത്തുകൾ. സുരക്ഷിതമായ ഒരു ട്രാൻസ്പെറൻറ്റ് കവറിനുള്ളിലാണ് ഈ കറുത്ത നിറത്തിലുള്ള ഈ വിത്തുകൾ കാണപ്പെടുന്നത്. വളരെ അടുക്കും ചിട്ടയോടും കൂടിയാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. കണ്ടില്ലേ? മാംസളമായ ഭാഗത്തിനുള്ളിലാണ് ഈ വിത്തുകൾ സംരക്ഷിച്ചിരിക്കുന്നത്. വളരെ ഭംഗിയാണ് ഇതിൻ്റെ ഉൾവശം കാണാൻ. ഈ പപ്പക്കായ് നമ്മൾ രണ്ടായി വിഭജിച്ചതിന് ശേഷം ഇതിനകത്തുള്ള വിത്തുകൾ ആദ്യം നീക്കം ചെയ്യുക. ഇതിൻ്റെ വിത്തും കഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതെന്തോ ഔഷധ ഗുണം ഉള്ളതാണെന്ന് പറയുന്നു. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. എന്തായാലും ഈ പപ്പായയുടെ വിത്തുകൾ നമ്മൾ നീക്കം ചെയ്തതിന് ശേഷം അതിൻ്റെ മാംസളമായ ഭാഗം നമ്മളതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നു. അതിനെ എടുത്ത് നമ്മളൊരു ബൗളിലേക്കോ ഒരു ഗ്ലാസ്സിലേക്കോ മാറ്റുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതിൻ്റെ മാംസളമായ ഭാഗം നമ്മളൊരു ബൗളിലേക്കോ ഒരു ഗ്ലാസ്സിലേക്കോ മാറ്റുക. അതിനുശേഷം നമുക്ക് ഷുഗർ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുമ്പായി ഇതിനെ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റുക. ഒരു ഗ്ലാസ്സിലേക്ക് ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് മാറ്റുക. അതിൽ ജ്യൂസറോ മിക്സിയോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല. കരണ്ടി കൊണ്ട് നല്ലവണ്ണം ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഉഷ്ണ സമയത്ത്, ഈ ചൂട് കാലത്ത് നമ്മളിതുപോലുള്ള ജ്യൂസ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് തണുപ്പ് കൂടി വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഐസ് ക്യൂബോ ഐസ് വാട്ടറോ നമുക്കിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. കുറച്ച് ഐസ് വാട്ടർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഐസ് വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്നോ രണ്ടോ ഐസ് ക്യൂബ് അതിന് മുകളിലായി വയ്ക്കുക. ഇപ്പം തന്നെ നാവിൽ കൂടി ഇങ്ങനെ വെള്ളമുറി തുടങ്ങി. കാരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റിയാണ്. കാരണം ഐസ് ക്യൂബ് നമ്മൾ ഇതിലോട്ടിടുമ്പോൾ അത് വീണ്ടും കുറേ കൂടി തണുത്ത് നല്ല രുചികരമായ പാനീയമായി മാറും. അതിനുശേഷം കരണ്ടി വെച്ച് നല്ലവണ്ണം പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പം തന്നെ ജ്യൂസ് റെഡിയായി കഴിഞ്ഞു. ഇതിന് നമ്മൾ മുറിച്ച് നമ്മൾ ജ്യൂസ് ആക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഡയറക്റ്റായി നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോഴെല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. കാരണം നാട്ടിൻപുറങ്ങളിൽ കാണപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് പപ്പായ ഫ്രൂട്ട്. അത് കളയാതെ സൂക്ഷിച്ച് അതിനെ അടർത്തിയെടുത്ത് കൊണ്ടുവന്ന് ഇതേ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഭക്ഷണയോഗ്യമായ ഒരു ജ്യൂസാക്കി മാറ്റി അത് വീട്ടിൽ എല്ലാവർക്കും സെർവ് ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ ഇത് പരീക്ഷിക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായും ഷെയറായും ഇവിടെ രേഖപ്പെടുത്തുക. മാത്രമല്ല, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നാട്ടുമ്പുറങ്ങളിൽ കാണുന്ന ഇതുപോലെയുള്ള ഭക്ഷ്യയോഗ്യമായ ഫ്രൂട്ട്സുകൾ
നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. യാതൊരുവിധ ഫ്ലേവറും ആഡ് ചെയ്യാതെ അതിൻ്റെ നാച്ചുറലായിട്ടുള്ള അതിൻ്റെ ഫ്ലേവർ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അപ്പോൾ ഇതുപോലുള്ള ഫ്രൂട്ട്സുകളുമായിട്ടുള്ള പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ ഈ പപ്പായ ജ്യൂസ് വീടുകളിൽ ഉണ്ടാക്കാൻ മറക്കരുതേ. താങ്ക് യു.